ഹലോ ഫ്രണ്ട്സ്, ഞാൻ ദീപു തമ്പി. ഞാൻ ആരോവിങ്സ് അക്കാഡമിയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഡ്രില്ലിംഗ് ടെക്നോളജി എന്ന കോഴ്സിനെ പറ്റിയാണ്. മെയിൻലി കുട്ടികൾ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ ചൂസ് ചെയ്യുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിനകത്ത് കാരണങ്ങളായിട്ട് നമുക്ക് വരുന്നത് റൊട്ടേഷൻ ജോബാണ്. 56 ഡേയ്സ് ജോബ് അല്ലെങ്കിൽ 28 ഡേയ്സ് റൊട്ടേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ലീവ് സാലറി, അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് കണ്ടുകൊണ്ടാണ് കുട്ടികൾ മെയിനായിട്ട് ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ ചൂസ് ചെയ്യുന്നത്. ആരോവിങ്സ് ഈ ഒരു സെക്ടറിൽ നമ്മൾ ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ആരോവിങ്സ് കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് ഈ ഒരു കോഴ്സിന് ശേഷം അവർക്ക് ഡ്രില്ലിംഗ് ക്രൂവിൽ ജോലിക്കായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. ബേസിക്കലി ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു പേരൻറ്റിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡൗട്ടാണ്, ഞാൻ എന്ത് ജോലി ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ മകൻ എന്ത് ജോലി ചെയ്യണം, അല്ലെങ്കിൽ അവൻ എന്ത് പോസ്റ്റിലേക്കായിരിക്കും ആ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലേക്ക് ജോലിക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡൗട്ടുകളുള്ള ആൾക്ക് നമ്മൾ നോർമലി ഒരു ഫ്രഷറായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് ഒരു റിഗിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ റസ്റ്റ് ബൂട്ട്, ഫ്ലോർമാൻ, അതുപോലെ മെക്കാനിക്കൽ ഹെൽപ്പർ, ഇലക്ട്രിക്കൽ ഹെൽപ്പർ, ഇങ്ങനെയുള്ള പോസ്റ്റുകളിലായിരിക്കും നമുക്കൊരു ഫ്രഷറായിട്ടുള്ള ആൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ഒരു കോഴ്സിനെ പല മൊഡ്യൂളുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള മൊഡ്യൂളുകൾ, അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള മൊഡ്യൂളുകൾ, അങ്ങനെ പല മൊഡ്യൂൾസ് ആയിട്ടാണ് ആരോവിങ്സ് ഈ ഒരു കോഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിലെ ആദ്യത്തെ മൊഡ്യൂളാണ് ഡ്രില്ലിംഗ് ലെവൽ 1. അപ്പോൾ ആ ഒരു മൊഡ്യൂളിൽ നമ്മൾ നോർമലി കൊടുക്കുന്ന ട്രെയിനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് റിഗ് നോളജ് എന്ന് പറഞ്ഞാൽ റിഗ് എന്താണ്, റിഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഓൺഷോർ എന്താണ്, ഓഫ് ഷോർ എന്താണ്, അതുപോലെ റിഗിൽ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, നമ്മളുടെ ജോബ്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ലെവൽ 1 പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിനകത്ത് നമുക്ക് ബേസിക് റിഗ് സേഫ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഗിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ യൂസ് ചെയ്യേണ്ട പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മളുടെ ആദ്യത്തെ ഈ ഒരു ലെവൽ 1 പ്രോഗ്രാമിൽ കിട്ടും. ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡന്റ്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് ഒരു ജനറൽ റിഗ് സേഫ്റ്റി എന്താണെന്നും, അല്ലെങ്കിൽ അവിടെയുള്ള ജനറൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തിന് യൂസ് ചെയ്യുന്നു, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ബേസിക് നോളജ് നമുക്ക് ഈ ഒരു ലെവൽ 1 പ്രോഗ്രാമിൽ നിന്ന് ആ സ്റ്റുഡന്റിന് ലഭിക്കുന്നതാണ്. ഇതിൽ നമുക്ക് രണ്ടാമത് വരുന്ന സബ്ജക്റ്റ് ആണ് ഡ്രില്ലിംഗ് ലെവൽ 2. ഈ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഈ ഡ്രില്ലിംഗ് ലെവൽ 2-ൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റസ്റ്റ് ബൂട്ടിന്റെയും ഫ്ലോർമാന്റെയും മെയിൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരൊരു റിഗിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവരുടെ ജോബ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ലെവൽ 2 പ്രോഗ്രാമിൽ വരുന്നത്. ഇപ്പോൾ ഫ്ലോർമാനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് റിഗ് ഫ്ലോർ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള അവരുടെ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞത്. ആ റിഗ് ഫ്ലോറിൽ അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം, അവരുടെ മെയിൻ ജോബ് റോൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സേഫ്റ്റിയുടെ സൈഡിൽ നിന്ന് അവരെന്തൊക്കെ കാര്യങ്ങളാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ലെവൽ 2 പ്രോഗ്രാമിനകത്ത് അവർക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ റസ്റ്റ് ബൂട്ടിനകത്താണെങ്കിലും അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ സീനിയർ സ്റ്റാഫിനെ ഫോളോ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ഈ ലെവൽ 2 പ്രോഗ്രാമിനുള്ളിൽ നമുക്ക് കിട്ടും. അടുത്തൊരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഡ്രില്ലിംഗ് ലെവൽ 3 ആണ്. അപ്പോൾ ഡ്രില്ലിംഗ് ലെവൽ 3-ൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോർമാന് മുകളിലേക്കുള്ള പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിക്മാൻ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡ്രില്ലർ, ഇങ്ങനെയുള്ള പോസ്റ്റുകളിലുള്ള ആൾക്കാർക്ക് വരുന്ന ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രില്ലിംഗ് അസംബ്ലി, അല്ലെങ്കിൽ ബോട്ടം ഹോൾ അസംബ്ലി എന്ന് പറയുന്ന BHA എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ BHAയിൽ എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഡെറിക്മാൻ, മഡ് മിക്സിങ്ങിന്റെ സമയത്ത് ഡെറിക്മാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഒരു അസിസ്റ്റന്റ് ഡ്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രില്ലറിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് AD എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് ഡ്രില്ലറിന്റെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു ലെവൽ 3 പ്രോഗ്രാമിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിനു പുറമെ ഈ ഒരു ലെവൽ 3 പ്രോഗ്രാമിൽ നമ്മൾ ഡ്രില്ലറിന്റെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ഡ്രില്ലർ ക്യാബിനുള്ളിൽ ഡ്രില്ലറിന് വരുന്ന എന്തൊക്കെ ജോബുകളാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ജോബുകൾ കൺട്രോൾ ചെയ്യുന്ന ഡ്രില്ലർ കൺസോൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ്ങും നമുക്ക് ഈ ഒരു ലെവൽ 3 പ്രോഗ്രാമിൽ വരുന്നുണ്ട്. അടുത്തതായി വരുന്ന സബ്ജക്റ്റ് ആണ് മെക്കാനിക്കൽ മെയിൻ്റനൻസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റസ്റ്റ് ബൂട്ട് എന്നുള്ള ഒരു പോസ്റ്റ് അല്ലാതെ തന്നെ നമുക്ക് മെക്കാനിക്കൽ മെയിൻ്റനൻസ്, അതുപോലെ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസിലൊക്കെ നമുക്ക് ഫ്രഷറായിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നുള്ളത്. അപ്പോൾ മെക്കാനിക്കൽ മെയിൻ്റനൻസിൽ നമുക്ക് നോർമലി വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മെക്കാനിക്, അല്ലെങ്കിൽ ഒരു റിഗ് മെക്കാനിക്. ഇത് രണ്ടും 2 പോസ്റ്റാണ്. അസിസ്റ്റന്റ് മെക്കാനിക്കിനെക്കാട്ടിലും നെക്സ്റ്റ് ലെവൽ വരുന്ന ഒരു പോസ്റ്റാണ് റിഗ് മെക്കാനിക് എന്ന് പറഞ്ഞത്. ഈ 2 പോസ്റ്റുകളിലുള്ള ആൾക്കാരുടെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു മെക്കാനിക്കൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ കോഴ്സിനകത്ത് വരുന്നത്.
അപ്പോൾ റിഗ് എഞ്ചിൻസ്, അതുപോലെ അജിറ്റേറ്റേഴ്സ്, ഡ്രോവക്സ്, ഇങ്ങനെ ഒരുപാട് എക്യുപ്മെന്റ്സ്, മഡ് പമ്പ് പോലുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഈ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ മെയിൻ്റനൻസ്, അതിന്റെ സർവീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു മെക്കാനിക്കൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനകത്തൂടെ നമ്മൾ കവർ ചെയ്യുന്നു. അടുത്ത സബ്ജക്റ്റ് ആണ് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ്. അപ്പോൾ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ, അതുപോലെ റിഗ് ഇലക്ട്രീഷ്യൻ, ഈ രണ്ട് പോസ്റ്റുകളിൽ വരുന്ന ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഇപ്പൊ നോർമലി അവർക്ക് ഒരു റിഗിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കൺട്രോൾസ്, അതുപോലെ PCR, ഗ്ലാൻഡിങ്സ്, കേബിൾ ടൈപ്പുകൾ, കേബിൾ ട്രേ ഇൻസ്റ്റാളേഷൻ, അതുപോലെ നമ്മുടെ മഡ് പമ്പ്, അജിറ്റേറ്റർ, സൂപ്പർ ചാർജർ, ഇങ്ങനെയൊക്കെയുള്ള എക്യുപ്മെന്റ്സിന്റെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഈ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് എന്നുള്ള ഒരു പോർഷൻസിലായിരിക്കും. അടുത്തൊരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ് HSE. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ ഒരു നെബോഷ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ ചെയ്തിട്ട് റിഗിലേക്കുള്ള എൻട്രി കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടി ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ HSE ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് HSEക്കകത്ത് വരുന്ന ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. അത് ബാക്കിയുള്ള പോസ്റ്റുകളെക്കാട്ടിലും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉറപ്പായിട്ടും വരുന്നത് HSE ഓഫീസറിനായിരിക്കും. ബിക്കോസ് ആ ഒരു റിഗിൽ എല്ലാ ആൾക്കാരുടെയും സേഫ്റ്റി അല്ലെങ്കിൽ HSEയുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ എൻഷുർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് HSE എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻവയോൺമെന്റൽ സേഫ്റ്റി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ സേഫ്റ്റി, അതുപോലെ ഫുഡ് സേഫ്റ്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു HSE ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു റിഗിൽ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു HSEയുടെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ ഫയർ ആൻഡ് സേഫ്റ്റി എന്നുള്ളൊരു കോഴ്സ് ചെയ്തിട്ട് ഈ ഒരു വേക്കൻസിക്ക് ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ച ആൾക്കാർ റിഗ് സേഫ്റ്റി ഓഫീസറായിട്ട് ജോബ് ചെയ്യാൻ എലിജിബിൾ ആണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റിയും റിഗ് സേഫ്റ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. റിഗ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിഗിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട PPE എന്തൊക്കെയാണെന്നും, അല്ലെങ്കിൽ ഈ PPE എക്യുപ്മെന്റ്സ് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്നും, അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് റിഗ് സേഫ്റ്റിയിൽ വരുന്നത്. നമ്മളുടെ ടോപ്പിക്കിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് റിഗ് സേഫ്റ്റി എന്നുള്ള ഒരു ടോപ്പിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ്. അപ്പോൾ റിഗിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ആ റിഗിൽ വെച്ച് വർക്ക് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് അവരെടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ടോപ്പിക്കിൽ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രാക്ടിക്കൽസിലേക്ക് പോവാം. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്, നമ്മൾ റിഗിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റിഗിൽ നമ്മൾ ഡയറക്റ്റ്ലി പോയിട്ട് നമ്മളൊരു ട്രെയിനിങ് എടുക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ എന്തൊക്കെയാണ് റീസൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു റിഗിൽ ചെന്ന് എൻട്രി ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ കണ്ടു പഠിക്കാൻ, ലൈക്ക് എ വിസിറ്റർ നിങ്ങളൊരു റിഗിൽ ചെന്ന് കാര്യങ്ങൾ കണ്ടു പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. ബിക്കോസ് റിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2S പോലുള്ള ഗ്യാസുകൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഹെവി എക്യുപ്മെന്റ്സ് മൂവ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ പ്രോപ്പർ ട്രെയിനിങ് കാര്യങ്ങൾ, അവയർനെസ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് റിഗിലേക്ക് ട്രെയിനിങ്ങിന് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. അതിന്റെ കൂടെ തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ PPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറോള്, ഹെൽമെറ്റ്, സേഫ്റ്റി ഷൂസ്, സേഫ്റ്റി ഗ്ലാസ്, ഗ്ലൗസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ വെയർ ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു റിഗിന്റെ ബൗണ്ടറിക്കുള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വരുന്ന എക്സ്പെൻസ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വരുമ്പോൾ ഒരു കോഴ്സിനകത്ത് നമ്മൾ ഒരു സ്റ്റുഡൻറ്റിന് റിഗ് ട്രെയിനിങ് ഡയറക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു എമൗണ്ടിന് മുകളിലേക്ക് വീണ്ടും പോകും. അതുപോലെ തന്നെ H2S ഗ്യാസ് എന്താണെന്നും അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ട് അവരെ റിഗിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറേ എക്സ്പെൻസുകൾ വരുന്ന ഒരു പ്രൊസീജിയറാണ്. സോ ആരോവിങ്സ് അതിൽ നിന്ന് മാറി ചിന്തിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. ഒരു ട്രെയിനിങ് എന്നുള്ളത് ഡയറക്റ്റ് ട്രെയിനിങ് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വന്നത്. കുറച്ച് കാലമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് കാര്യങ്ങൾ നടത്തി നമ്മൾ മെയിനായിട്ടുള്ളൊരു റിഗിന്റെ സ്ട്രക്ചർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ആ റിഗിൽ നമ്മൾ ചെയ്യേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ റിഗിൽ വരുന്ന ജോബ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർത്ത് നമ്മൾ വെർച്വൽ റിയാലിറ്റിയിലാണ് ഇപ്പോൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്സ് കൊടുക്കുന്നത്. 4 മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ വെർച്വൽ റിയാലിറ്റി ട്രെയിനിങ് ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. ആ 4 മൊഡ്യൂൾസിനകത്ത് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് സ്പെസിഫിക്കേഷൻ സ്റ്റഡി, രണ്ടാമത്തെ മൊഡ്യൂൾ നമുക്ക് വരുന്നത് കൺഫൈൻ സ്പേസ് എൻട്രി, മൂന്നാമത്തെ മൊഡ്യൂൾ H2S പ്രൊസീജിയേഴ്സ്, നാലാമത് വരുന്നത് BHA റണ്ണിങ്. ഇങ്ങനെ 4 മൊഡ്യൂൾസുകളായിട്ടാണ് നമ്മൾ വെർച്വൽ റിയാലിറ്റി ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ട്രെയിനിങ്ങുകൾക്കൊക്കെ പുറമെ ഒരു ഇന്റർവ്യൂ പാസ്സാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ലാംഗ്വേജ്, അതുപോലെ നിങ്ങൾക്കൊരു ബയോഡാറ്റ,
നിങ്ങളുടെ CV സെലക്ഷൻ ആവണമെങ്കിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ആ CV-യിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു CV-യിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്, അതുപോലെ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലാംഗ്വേജ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആ ലാംഗ്വേജിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ഓൺ ചെയ്യേണ്ടത്, ഒരു ഇൻ്റർവ്യൂവറിൻ്റെ മുമ്പിൽ ഇരുന്ന് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മൊഡ്യൂളുകളിൽ നമ്മൾ ആഡ് ഓൺ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. സോ ഈ ഒരു കോഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു CV എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ ഒരു റിഗിൽ ഒരു ജോബ് നേടാനും, അല്ലെങ്കിൽ ആ റിഗിൽ നമ്മൾ ജോബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഡ്രില്ലിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള ജോബുകൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിയറട്ടിക്കലായിട്ടും അതുപോലെ തന്നെ VR-ൽ പ്രാക്ടിക്കലായിട്ടും ട്രെയിനിങ്സ് കൊടുത്ത് ഒരു ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവറിൻ്റെ അടുക്കൽ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്.